കഫേ കോഫിയുടെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കോഫി ഹൗസ് ശൃംഖലയാണ്. 1996 VG സിദ്ധാർത്ഥ സ്ഥാപിച്ച കമ്പനി കോഫി പാനീയങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന കോഫി പ്രേമികളുടെ ഒരു ജനപ്രിയ കേന്ദ്രമായി ഇത് മാറി. ഇന്ത്യയിൽ കഫേ സംസ്കാരം രൂപപ്പെടുന്നതിൽ കഫേ കോഫിയുടെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ. കഫേ കോഫിയുടെ വർഷങ്ങളായി ബ്രാൻഡ് ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും അതിന്റെ സാന്നിധ്യം വിപുലീകരിച്ചു. ആഗോള കോഫി ശൃംഖലയിൽ നിന്നുള്ള മത്സരം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ കോഫി വിപണിയിൽ CCD ഒരു പ്രധാന ഘടകമായി തുടർന്നിരുന്നു. CCD അതിന്റെ കാപ്പിക്കുരു പ്രധാനമായും സ്വന്തം തോട്ടങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതും ഗുണനിലവാരത്തിലും സുസ്ഥിരതയിലും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വൈവിധ്യമാർന്ന പാനീയങ്ങൾ, മധുര പലഹാരങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നതിനായി കഫേ കോഫിയുടെ വർഷങ്ങളായി അതിന്റെ ഓഫറുകൾ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. ബ്രാൻഡ് കോഫി പൊടികൾ എന്നിങ്ങനെ റീറ്റെയിൽ ഉൽപ്പന്നങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ ഈ കമ്പനി നേരിടുന്നത് വലിയ വെല്ലുവിളികളാണ്. കഫേ കോഫിയുടെ കമ്പനിക്ക് 7000 കോടി രൂപയുടെ കടമുണ്ടായിരുന്നു. 23 വയസ്സുള്ള കോഫി ശൃംഖലയായ കഫേ കോഫിയുടെ ഉടമയായ വിജയ് സിദ്ധാർത്ഥ 2019 ആത്മഹത്യയിൽ അഭയം തേടി. എന്നാൽ ഏറെ പാരമ്പര്യമുള്ള ഈ കമ്പനിയുടെ ചുക്കാൻ പിടിക്കാൻ ഭാര്യ മാളവിക ഹെഗ്ഡെ എത്തി. ആദ്യ നാളുകളിൽ ഇവരുടെ കയ്യിൽ കമ്പനി സുരക്ഷിതമായിരുന്നു. മെല്ലെ മെല്ലെ അവർ കടങ്ങൾ വീട്ടി. തുടർന്ന് കഫേ കോഫിയുടെ എന്ന കമ്പനി ലാഭത്തിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ 3 മാസത്തിനുള്ളിലെ കാലയളവിൽ ഓഹരി വിപണിയിൽ കഫേ കോഫിയുടെ ഓഹരി വില കൂപ്പുകുത്തിയത് 25%. 53 രൂപയിൽ നിന്നും ഓഹരി വില 39 രൂപയിലേക്ക് താഴ്ന്നു. വരും കാലങ്ങളിൽ ക്രമേണ ഓഹരി വില ഇനിയും ഇടിയാം. സിദ്ധാർത്ഥ കാപ്പി അടിസ്ഥാനമാക്കിയുള്ള സ്റ്റോറുകളുടെ ശൃംഖല തുറക്കാനുള്ള കാരണം ലോകമെമ്പാടും നിറഞ്ഞ കഫ്റ്റീരിയ സംസ്കാരം കൊണ്ടാണ്. സ്റ്റാർബക്സ് പോലുള്ള അമേരിക്കൻ ശൃംഖലകൾ സിദ്ധാർത്ഥയെ വളരെയധികം പ്രചോദിപ്പിച്ചിരുന്നു. കഫേ കോഫിയുടെയ്ക്കായി അദ്ദേഹം സവിശേഷമായ കോഫികൾ ഉണ്ടാക്കാൻ പ്രത്യേക മിഷൻ തന്നെ രൂപകൽപ്പന ചെയ്തു. പ്രത്യേക ഫർണിച്ചറുകൾ, പ്രത്യേക ഡിസൈനുകൾ, പ്രത്യേക കളർ തീമുകൾ, ഇതെല്ലാം ഓരോ കഫേ കോഫിയുടെയും ഔട്ട്ലെറ്റിന്റെ പ്രത്യേകതകളാണ്. 1996 ബാംഗ്ലൂരിലാണ് ആദ്യത്തെ കഫേ കോഫിയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് തുറന്നത്. 2011 100 ഔട്ട്ലെറ്റുകളുള്ള കോഫി ശൃംഖലയായി കഫേ കോഫിയുടെ മാറി. പിന്നീട് കമ്പനി കടത്തിലേക്ക് വീണപ്പോൾ ഒരു രാത്രി നേത്രാവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥ. CEOയുടെ ചുമതലയേൽക്കാൻ ഭാര്യ മാളവിക ഹെഗ്ഡെ എത്തുമ്പോൾ 25,000 തൊഴിലാളികളും തീരാനഷ്ടവും കടങ്ങളുമായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നത്. അവർ തൊഴിലാളികളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. കമ്പനിയെ പൊക്കിയെടുക്കാൻ വേണ്ടി ചില ഔട്ട്ലെറ്റുകൾ വിൽക്കേണ്ടി വരുമെന്നും അവർ വ്യക്തമാക്കി. കടക്കാരോട് അല്പം കൂടി സമയം വേണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. മാളവിക ഹെഗ്ഡെ പല ഷോപ്പിംഗ് മാളുകളിലും സ്ഥാപിച്ചിരുന്ന യാതൊരു വിൽപ്പനയുമില്ലാത്ത 100 കണക്കിന് കോഫി മിഷനുകൾ പിൻവലിക്കുകയുണ്ടായി. വായ്പയ്ക്കായി അവർ പുതിയ ആളുകളെ തേടി. 2020 ആയപ്പോൾ 7000 കോടിയുടെ കടം 3000 കോടിയിലേക്ക് അവർ എത്തിച്ചു. 2021 ഈ കടം 1731 കോടിയിലേക്ക് വീണ്ടും ചുരുക്കി. എന്നാൽ കോവിഡ് കഫേ കോഫിയുടേക്ക് വീണ്ടും ഒരു ഭീഷണിയായി ഉയർന്നു. എന്നിട്ട് മാളവിക ശക്തമായി പിടിച്ചു നിന്നു. അവരുടെ 20,000 ഏക്കർ കാപ്പിത്തോട്ടത്തിൽ നിന്നും ലഭിക്കുന്ന അറബിക്ക എന്ന കാപ്പിക്കുരുക്കൾ അവർ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു. തന്റെ കമ്പനിയെ തളരാതെ മുന്നോട്ട് നയിച്ച മാളവിക ഹെഗ്ഡെ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ മകളാണ്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസ്സായ മാളവിക 1991 സിദ്ധാർത്ഥ എന്ന ബിസിനസ്സുകാരനെ വിവാഹം ചെയ്തു. കോവിഡ് കഫേ കോഫിയുടെ ബിസിനസിനെ തകർത്തെറിഞ്ഞു. വിൽപ്പന എന്നത് വെറും 0 മാറി. കൂടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനുള്ള പണമില്ല. നേരത്തെ എടുത്ത വായ്പകളുടെ പലിശയും വർദ്ധിച്ചു. ഇതോടെ മാളവികയ്ക്ക് കൈകാര്യം ചെയ്യാനാവാത്ത രീതിയിൽ കമ്പനിയുടെ കാര്യങ്ങൾ വഷളായി മാറി. കടക്കാർ അവരുടെ പണത്തിനായി മുന്നോട്ട് വന്നതോടെ മറ്റൊരു വഴിയുമില്ലാതായി. വായ്പ തിരിച്ചെടുക്കാൻ വേണ്ടി പാപ്പരത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഈ പാപ്പരത്ത നടപടികൾ പ്രഖ്യാപിച്ചത് ബാംഗ്ലൂരിലെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ തന്നെയാണ്. എന്നാൽ കോഫിയുടെ എന്റർപ്രൈസിന്റെ ഓഹരി വില 14% ഇടിഞ്ഞു. ഇപ്പോഴത്തെ വില വെറും 39 രൂപ 77 പൈസ മാത്രമാണ്. കഴിഞ്ഞ 1 വർഷത്തിനകം കഫേ കോഫിയുടെ ഓഹരിയിൽ കൂപ്പുകുത്തിയത് 74 രൂപ വരെ ഉണ്ടായിരുന്ന നിലയിൽ നിന്നാണ്. CCTയുടെ സ്ഥാപകനായ വിജയ് സിദ്ധാർത്ഥയുടെ ദാരുണമായ മരണം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ CCT അഭിമുഖീകരിച്ചിട്ടുണ്ട്. മത്സരാധിഷ്ഠിത വിപണിയിൽ അതിന്റെ സ്ഥാനം നിലനിർത്തുന്നതിനായി കമ്പനി അതിന്റെ ബിസിനസ് പുനഃക്രമീകരിക്കുന്നതിലും പുനർജീവിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഫി സംസ്കാരത്തിന്റെ പര്യായമായി CCT ഇന്ത്യയിൽ പ്രിയപ്പെട്ട ബ്രാൻഡായി നിലനിൽക്കും.